കൊണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട് അപ്പം തന്നെ കഴിക്കാൻ പറ്റുമോ സക്കീർ ബാക്കി? എന്നാൽ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നെല്ലിക്കയുമ്പോൾ നമ്മൾ 4 വശത്തും ഇതുപോലെ കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം കൊടുക്കാം. നമ്മുടെ നെല്ലിക്ക കുട്ടന്മാരൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3-4 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് മുറിച്ചിട്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3-4 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ച് കൊടുക്കുക, നമ്മുടെ സുർക്ക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. നമ്മുടെ നെല്ലിക്കൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ കളറുണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് ഫുള്ളായിട്ട് പച്ച മാറിയിട്ട് വേറൊരു ഷെയ്ഡാവും. ആദ്യം ഒരു 8 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം ഒരു 5 മിനിറ്റ്. അങ്ങനെ നല്ല രീതിക്ക് ആ ഒരു എന്താ പറയുക, പച്ചമുളകിൻ്റെ ഷെയ്ഡ് വേറെ കളറാവും. പച്ചയൊക്കെ മാറി ഫുൾ പച്ച മാറിയിട്ട് വേറെ ഷെയ്ഡാവും. അപ്പോഴാണ് അതിൻ്റെ ഒരു പാകമാവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്കയുടെ വരയിട്ട് പടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ വന്ന പോലെ ഒരു ഫീൽ ചെയ്യും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഉപ്പിലിട്ടത്. ഇനി നല്ല രീതിക്ക് ഫാൻ്റെ ഇടയിൽ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നല്ല രീതിക്ക് ചൂടാറി വന്നപ്പോൾ ഞാനൊരു നെല്ലിക്ക കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പൊക്കെ പിടിച്ചിട്ട് എന്താ ടേസ്റ്റ്. അപ്പത്തേനും ഇത് കഴിക്കാം കേട്ടോ ഗൈസ്. ഇനി വന്നിട്ട് ഞാൻ അപ്പം തന്നെ ഒരു 3-4 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ കുരു വരെ നല്ല ടേസ്റ്റായിരുന്നു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.